നമസ്കാരം. ഋഷിപ്രജ്ഞൻ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ ചതയം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം പരിശോധിക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ കൃപയാൽ ഉയർച്ചകൾ എത്തുന്ന വർഷം. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരവേ നമ. പരബ്രഹ്മസ്വരൂപനായ ഗുരുവിന്റെ അനുഗ്രഹം ജീവിതത്തിൽ ജ്ഞാനവും സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തിലേക്ക് കടക്കാം. വ്യാഴം അധിപനായിട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭക്കൂറിലും 4ാം പാദം മീനക്കൂറിലുമായിട്ടാണ് വരുന്നത്. ഈ വർഷം വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥിതിയൊക്കെ പലപ്പോഴും മാറി മറിയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ പൊതുവെ അനുഗ്രഹകരമായിരിക്കും എന്ന് തന്നെ നമുക്ക് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. അതുമൂലം ജീവിതത്തിൽ പല മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. വിദ്യ കൊണ്ട് വളരുന്നവർ, വിനയം കൊണ്ട് ഉയരുന്നവർ, ഗുരുകൃപ കൊണ്ട് ജയിക്കുന്നവർ. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഈ പുതുവർഷത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം വാർഷിക ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങൾ, അനിശ്ചിതത്വങ്ങൾ, പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുന്ന വർഷമാണ്. പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വർഷമാണ്. തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ പൊതുവെ അംഗീകാരം ലഭിക്കുന്നതാണ്. ഉപദേശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതാണ്. ആത്മീയ ചിന്തകളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. തീർത്ഥാടന യാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ദൈവാനുഗ്രഹം പൊതുവെ ശക്തമായി അനുഭവപ്പെടുന്ന വർഷമാണ്. ഇനി തൊഴിൽ രംഗത്തുള്ള അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. തൊഴിൽ രംഗത്ത് ഏറെ കാത്തിരുന്ന പുരോഗതി ലഭ്യമാകുന്ന വർഷമാണ്. പുതിയ ജോലി ലഭിക്കൽ, സ്ഥാനക്കയറ്റം, ശമ്പള വർധന, വിദേശ ജോലിക്ക് അവസരങ്ങൾ എന്നിവയൊക്കെ ലഭിക്കും. സർക്കാർ മേഖലയിൽ അനുകൂല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പങ്കാളിത്ത ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നേട്ടം ഉണ്ടാകുന്നതാണ്. കൂടാതെ പുതിയ നിക്ഷേപങ്ങളിലൂടെ നേട്ടമുണ്ടാകും. ദീർഘകാല പദ്ധതികളൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. അധ്യാപകർ, ബാങ്ക് ജീവനക്കാർ, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ, കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ആത്മീയം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കൊക്കെ വളരെയേറെ അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ഇനി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക പുതുവർഷ ഫലം ഒന്ന് നോക്കാം. സാമ്പത്തികമായി ഭദ്രത കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം, ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാകുക, കുടിശ്ശിക പണമൊക്കെ തിരികെ ലഭിക്കുക, സ്വർണം, ഭൂമി എന്നിവയൊക്കെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകുക, വീട് നിർമ്മിക്കാനുള്ള പദ്ധതികൾ ലഭ്യമാകുക. എന്നാൽ ഒരു കാര്യം ഓർക്കുക, വരവറിഞ്ഞ് ചെലവാക്കുക, ധനം നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. ഇനി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ കുടുംബ അന്തരീക്ഷം ഒന്ന് പരിശോധിക്കാം. കുടുംബ അന്തരീക്ഷം വളരെയേറെ അനുകൂലമാണ്, ഭദ്രമാണ്. ദാമ്പത്യ ഐക്യം പൊതുവെ വർദ്ധിക്കുന്ന സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിക്കുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിവാഹ ആലോചനകളൊക്കെ വിവാഹത്തിൽ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താന ലാഭം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. ഇനി ആരോഗ്യപരമായിട്ടുള്ള അവസരങ്ങളൊന്നും നോക്കാം. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കുന്ന വർഷമാണ്. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ദഹനക്കുറവ്, ഉറക്കക്കുറവ്, അമിതഭാരം, കഫരോഗങ്ങൾ, കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ നിയന്ത്രിക്കുക. പ്രമേഹ രോഗമുള്ളവരും കൂടുതൽ കരുതലെടുക്കുക. യോഗയും പ്രാണായാമവും ശീലമാക്കുക. ഇനി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഓരോ പാദത്തിലും വ്യത്യസ്തമായി വരുന്ന പ്രത്യേക ഫലങ്ങളൊന്ന് പരിശോധിക്കാം. 1ാം പാദക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. വിദേശ ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ഉയർച്ച, വാഹനയോഗം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ആത്മീയമായി ഉണർവ് വർദ്ധിക്കും. 2ാം പാദത്തിൽ ജനിച്ചവർക്ക് പഠന കാര്യങ്ങളിലും ഗവേഷണത്തിലും മികവ് പുലർത്താൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകുന്നതാണ്. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകുന്നതാണ്.
കുടുംബത്തിൽ ഐക്യം പുലരുന്നതാണ്. മൂന്നാം പാദക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഏറ്റവും ശക്തമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന പാദവുമാണ്, വർഷവുമാണ്. ധനവർദ്ധനവ്, ബിസിനസ്സിൽ ലാഭം, പുതിയ സ്ഥലമോ വീടോ വാങ്ങാനുള്ള യോഗം, വിദേശ യോഗം, സമൂഹത്തിൽ പ്രശസ്തി എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. നാലാം പാദക്കാരെ സംബന്ധിച്ച് മീനക്കൂറിന്റെ ആത്മീയ ശക്തി പൂർണ്ണമായും അനുഭവപ്പെടുന്ന പാദക്കാരാണ്. ഗുരുക്കന്മാരുമായി സമ്പർക്കം, തീർത്ഥയാത്രകൾ നടത്താനുള്ള സാഹചര്യങ്ങൾ, വിദേശ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ, പുതിയ ഭാഷ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, സന്താനങ്ങളുടെ പുരോഗതി, കുടുംബസുഖം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. ഇനി ത്രൈമാസത്തിൽ വിശേഷമായി ലഭിക്കുന്ന ഫലങ്ങളും കൂടി പറഞ്ഞു പോകാം. ചിങ്ങം, കന്നി, തുലാം എന്നീ മാസങ്ങളിൽ പുതിയ തുടക്കങ്ങൾ ലഭിക്കുന്നതാണ്. ജോലി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ്. വൃശ്യം, ധനു, മകരം എന്നീ മാസങ്ങളിൽ കർമ്മഫലം അനുഭവിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. നിക്ഷേപത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാകുന്നതാണ്. വാഹന യോഗം ഉണ്ടാകുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. കുംഭം, മീനം, മേടം എന്നീ മാസങ്ങളിൽ ഇത് വർഷത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള കാലഘട്ടമാണ്. ധനവർധന, വലിയ നേട്ടങ്ങൾ, ബിസിനസ്സിൽ വികസനം, വിദേശ യോഗം എന്നിവയൊക്കെ ഈ സമയത്തായിരിക്കും കൂടുതലായി ലഭിക്കുക. ഇനി ഇടവം, മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങളിൽ ആത്മീയതയും കുടുംബ സൗഖ്യവും വർദ്ധിക്കുന്ന സമയമാണ് എന്ന് പറയണം. ദൈവിക അനുഭവങ്ങൾ കൂടുതലായി ലഭിക്കുക, സന്താനഭാഗ്യം, മാനസിക സമാധാനം, ഭൂമി യോഗം എന്നിവയൊക്കെ ഈ കാലത്ത് ലഭിക്കും. ബുധദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ളവർക്ക് ദോഷഫലങ്ങൾ അല്പം കൂടുതലായി വർദ്ധിച്ചേക്കാം എന്ന് പറയണം. ഈ കാലത്ത് തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം, സാമ്പത്തിക സമ്മർദ്ദം, ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ, ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ഉണ്ടായേക്കാം. മറ്റ് ദശാകാലങ്ങളിലുള്ളവർക്ക് ഗുണഫലങ്ങൾ കൂടുതലായി വർദ്ധിച്ച് ലഭിക്കുന്നതാണ്. ഇനി പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ദോഷപരിഹാരത്തെ പരിശോധിക്കാം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, കടലപ്പരിപ്പ്, മഞ്ഞ വസ്ത്രം എന്നിവ ദാനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുക, ധാര നടത്തുക, മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുക, മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ ജപിക്കുക, ഓം ത്രംബകം ഭജാമഹേ എന്ന മന്ത്രം നിത്യം ജപിക്കുക. മന്ത്രങ്ങളെല്ലാം തന്നെ പ്രത്യേകം വീഡിയോകളായി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുക. ശനിയാഴ്ചകളിൽ നീരാഞ്ജനവും എള്ളുപായസവും നടത്തുക, ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പരിഹാരങ്ങളിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളത് ദാനം തന്നെയാണ്. പൂരിട്ടാതി നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൽ വിദ്യാർത്ഥികൾക്കാണ് ദാനം ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുക. പുസ്തകം, നോട്ട്ബുക്ക്, പേന തുടങ്ങിയ കാര്യങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഓം ബൃഹസ്പതായ വിദ്മഹേ ദിവ്യദേഹായ ധീമഹി തന്നോ ഗുരു പ്രചോദയാത് എന്ന ഗുരു ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക. വ്യാഴാഴ്ചയെങ്കിലും 108 പ്രാവശ്യം കൃത്യമായി ജപിക്കുക. പ്രിയപ്പെട്ട പൂരിട്ടാതി നക്ഷത്ര ജാതകരെ, കൊല്ലവർഷം 1202 ആണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസവും സമ്പത്തും സമാധാനവും കുടുംബ സന്തോഷവും ആത്മീയ വളർച്ചയും ഒരേപോലെ ലഭിക്കുന്ന അനുഗ്രഹ വർഷമായി തീരട്ടെ. ഗുരുവിന്റെ അനുഗ്രഹവും ശനിയുടെ പിന്തുണയും ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമാറാകട്ടെ. ഗുരു കൃപയുണ്ടെങ്കിൽ ഗിരിയും കടക്കാം എന്നാണ്. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ വിധിയെയും മാറ്റാം. ഈ വർഷം നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ. ഹരി ഓം തത്സത്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ വിശേഷ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.